പ്രിയമുള്ളവരെ, ദുരന്തം വിതച്ച വയനാട് മേപ്പാടിയിലെ ചില കാരുണ്യ കാഴ്ചകളുമായി ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. നമസ്കാരം. ഞാൻ റോഡിൽ നിന്നപ്പോൾ നിങ്ങളിങ്ങനെ പ്രത്യേകിച്ചും നല്ല പ്രായമായ സ്ത്രീകളടക്കമുള്ളവർ ഇതൊക്കെ നല്ല വെയിറ്റ്, ഞാനും അതിലൊരു ഫോട്ടോ എടുത്ത നല്ല വെയിറ്റ്, എന്നാലും ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാനാണെന്ന് വിശ്വസിക്കുന്നു. കൂടുതലായിട്ടുള്ള വിവരം ഒന്ന് പറയാമോ? ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ഭാസ്കരൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്തം കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തൊട്ടൊക്കെ അറിഞ്ഞതാണല്ലോ. 400-ലേറെ ആളുകൾ മരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരികയും ഒട്ടനവധി വീടുകളും അതുപോലെ തന്നെ കന്നുകാലികൾ എല്ലാം സർവ്വം നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MP ആയിരുന്ന മുൻ MP ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഭക്ഷണ വിതരണം, അതുപോലെ തന്നെ വീട്ടുപകരണ സാധനങ്ങൾ, കിടക്കാനും അതുപോലെ പായ, ബെഡ് അടക്കമുള്ള പുതപ്പ്, ബെഡ്ഷീറ്റ്, അതേമാതിരി സ്വെറ്റർ അടക്കമുള്ള സാധനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1500ഓളം കിറ്റുകൾ, ചുരുങ്ങിയതൊരു കിറ്റിന് 2000-3000 രൂപ വരെ വരുന്ന ഒരു കിറ്റ്, ഓരോ കിറ്റുകളാണ് ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നത്. തീർത്തും ദുരന്തബാധിതരായ മുഴുവൻ ആളുകൾക്കും അദ്ദേഹം 100 വീട്, ഈ മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതം ബാധിച്ചവർക്ക് വെച്ചു കൊടുക്കുന്ന പറഞ്ഞതിൻ്റെ പുറമെയാണ് ഈ 1500ഓളം കിറ്റുകൾ മേപ്പാടിയിലെ ദുരന്തബാധിത പ്രദേശത്തുള്ള ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസമേകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നത്. ഭക്ഷ്യക്കിറ്റുകൾ അടക്കം 20-25 കിലോയുള്ള ഭക്ഷ്യക്കിറ്റുകൾ അടക്കമുള്ള സാധനങ്ങളുള്ള ഇപ്പം നിങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് പോകുന്നവർക്ക് ഇത് വിതരണം ചെയ്യുന്നുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ആ ക്യാമ്പിലുള്ള ആളുകൾക്ക് മാത്രമാണ് ദുരിതം പേറുന്ന ക്യാമ്പിലുള്ള മുഴുവൻ ആളുകൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകളും അതുപോലെ തന്നെ കിടക്കുവാനുള്ള വീട്ടു സാധനങ്ങളടക്കമുള്ള മുഴുവൻ സാധനങ്ങളുമാണ് ഇവിടെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നത്. നമ്മൾ മേപ്പാടിയിലാണ് നിൽക്കുന്നത്. ഐസാഫ് ബാങ്ക് മേപ്പാടിയിലെ മൂപ്പൈനാട് എന്നുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇസാഫ് ബാങ്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മേലുള്ള വലിയൊരു ഗോഡൗൺ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ സേവന പ്രവർത്തനം നടത്തുന്നത്. ഇത്തരം നൂറുകണക്കിന് സഹായങ്ങളാണ് മേപ്പാടിയുടെ തെരുവോരങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഇതൊക്കെ അധികാരികൾ ഏകോപിപ്പിച്ച് നൽകിയിരുന്നെങ്കിൽ അർഹരായവർക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷ്യ വീട്ടു സാധനങ്ങൾക്കൊക്കെ ഒപ്പം ജീവനോപാധികളായ വാഹനം, കട, ഉപകരണങ്ങൾ എന്നുകൂടി നൽകുവാൻ കഴിയുമായിരുന്നു. സ്നേഹപൂർവം സ്നേഹത്താഴ്വരയിൽ നിന്നും CP മാത്യു,